സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കഴിഞ്ഞ ദിവസം കുഞ്ചാക്കോ ബോബൻ ഫേസ്ബുക്കിൽ കുറിച്ച വാചകങ്ങൾ ആണിവ. എന്നെ കൊല്ലാൻ ആഗ്രഹിച്ച ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അതിൽ കൂടുതൽ സന്തോഷം തരുന്നത് ഒരുമിച്ച് അഭിനയിച്ച രാമൻ്റെ ഏദൻ തോട്ടം പ്രേക്ഷകരുടെ എല്ലാവിധ പിന്തുണയും സ്നേഹവും ലഭിച്ച് തിയേറ്ററുകളിൽ നിറഞ്ഞ് പ്രദർശിപ്പിക്കുന്നു എന്നതാണ്. സന്തോഷം വർമാജി എന്ന പിഷാരടി. ഈ പോസ്റ്റ് വായിക്കുന്ന ഏതൊരാളും ഒന്ന് ഞെട്ടും. ഇത്രയ്ക്ക് പാവമായ കുഞ്ചാക്കോ ബോബനെ ഒന്ന് ഉപദ്രവിക്കണം എന്നുകൂടി ആഗ്രഹിക്കുന്നവർ ഇല്ലായിരിക്കും. അപ്പോഴാണ് ഒരാൾ അദ്ദേഹത്തെ കൊല്ലാൻ ആഗ്രഹിക്കുക. അതും മറ്റാരുമല്ല, നമ്മളുടെ പിഷാരടി. ഇതിൻ്റെ പിന്നിലെ രസകരമായ കഥ ഇങ്ങനെ. കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ രമേശ് പിഷാരടി തന്നെയായിരുന്നു ഒരിക്കൽ താൻ കുഞ്ചാക്കോ ബോബനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് പറഞ്ഞത്. അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് കുഞ്ചാക്കോ ബോബനോട് എല്ലാവർക്കും ഉണ്ടായ ആരാധന തന്നെ അസൂയപ്പെടുത്തിയെന്നും കുഞ്ചാക്കോ ബോബനെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നെന്നും രമേശ് പിഷാരടി പറയുകയുണ്ടായി. 1997 അനിയത്തിപ്രാവ് ഇറങ്ങിയ സമയത്ത് ആരെങ്കിലും ഒരു തോക്ക് തന്നിട്ട് കുഞ്ചാക്കോ ബോബനെ കൊല്ലാൻ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നേരെ കുഞ്ചാക്കോ ബോബൻ്റെ അടുത്തേക്ക് പോകുമായിരുന്നു. കാരണം കുഞ്ചാക്കോ ബോബനോടുള്ള അസൂയയായിരുന്നുവെന്നും രമേശ് പിഷാരടി പറയുന്നു. പിഷാരടിയുടെ ഈ അഭിമുഖം ഷെയർ ചെയ്താണ് എന്നെ കൊല്ലാൻ ആഗ്രഹിച്ച ആളുടെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമെന്ന് ചാക്കോച്ചൻ ഫേസ്ബുക്കിൽ കുറിച്ചത്. പോസ്റ്റ് കണ്ടതോടെ തന്നെ മാറ്റിക്കരുതെന്ന അപേക്ഷയുമായി കമൻറ്റിൽ രമേശ് പിഷാരടിയും പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്